കേരളത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറി 2 സിനിമയ്ക്കെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കേരളം പോലൊരു സംസ്ഥാനത്തെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ അവമതിപ്പിനിടയാക്കുന്ന വിധം സിനിമ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജനങ്ങൾക്കിടയിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും സാഹചര്യം സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നുള്ള അജണ്ടയുടെ ഭാഗമായി നിർമ്മിച്ച കേരള സ്റ്റോറി 2 സിനിമ ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിനിമ പ്രദർശിപ്പിക്കുന്ന കുന്നംകുളം ഭാവന തിയേറ്ററിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് CR കാർത്തിക പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഷിനാസ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത്, സെക്രട്ടേറിയറ്റ് അംഗം KA സൈഫുദ്ദീൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഹസൻ മുബാറക്, NS ജിഷ്ണു, KU സരിത, യദുകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് നേതാക്കളായ UM ഗോപകുമാർ, സച്ചിൻ പ്രകാശ്, ഹസൻ കല്ലുംപുറം, PS സഹല, മഹിമ സതീഷ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ കേരള സ്റ്റോറി അവതരിപ്പിക്കപ്പെട്ട അതിൻ്റെ നിർമ്മാതാക്കളും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുമായി കടന്നു വന്ന സംഘപരിവാരത്തിന് തെറ്റുപറ്റിപ്പോയി ഈ ഭാവന തിയേറ്ററിന്റെ ഉടമയടക്കം കേരള സ്റ്റോറിയിൽ പ്രദർശിപ്പിക്കില്ല എന്ന് കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു. അതുപോലെ നാടൊന്നായി മാറുന്നു. ഈ നാടിനകത്ത് ഒരിക്കൽ നിരോധിക്കപ്പെട്ടു പോയ സംഘടന അവരുടെ രാഷ്ട്രീയം കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ ഉള്ളിലേക്ക്, ജനങ്ങളുടെ തലച്ചോറിലേക്ക് വിഷം കുത്തിവെക്കുന്നതിന് വേണ്ടി അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് കുത്തിവെക്കുന്ന ആ വിഷത്തെയാണ് നമ്മൾ ഈ നാടിനകത്ത് തടയാൻ തീരുമാനിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെയാണ് ബഹിഷ്കരിക്കണമെന്ന് പറയാൻ തീരുമാനിച്ചിട്ടുള്ളത്.